അവസരങ്ങൾ ലഭിക്കാന്ന് മാത്രമല്ല, അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഹ്യൂജ് സക്സസിലേക്ക് എത്താൻ പറയുന്നത്. പറഞ്ഞു വരുന്നത്, അവസരം ലഭിക്കുന്നതിനൊപ്പം ഇതേപോലെ തന്നെ ശക്തമായിട്ടൊരു അവസരം ലഭിക്കുകയും നൈക്കാട്ട് ബിസിനസ് ലഭിക്കുകയും അത് കേട്ടപ്പോൾ തന്നെ നൈക്കാട്ട് ബിസിനസ്സിൽ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് ഒട്ടും സമയം കളയാതെ സൈനപ്പ് ചെയ്യുകയും ഡേ ഫസ്റ്റ് മുതൽ വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്തുകൊണ്ട് ഡെയിലി നല്ലൊരു ഇൻകം ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ ഗ്രേറ്റ് ലീഡർ, മാസ്റ്റർ പ്രസന്റർ, ഹംബിൾ ആൻഡ് സിമ്പിൾ പ്രസാദ് കീഴപ്പാട്ട് സാറാണ് നമുക്ക് വേണ്ടി ഇന്ന് ഈ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക്, പ്രസന്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രസന്റ് ചെയ്യാനായി ഗ്രേറ്റ് ലീഡർ പ്രസാദ് കീഴപ്പാട്ട് സാറിനെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം പ്രസാദ് കീഴപ്പാട്ട് സാർ, പ്ലീസ്. Thank you, sir. Thank you. Thank you very much. Shinoy Chandra sir, great leader, dynamic leader, inspiring leader. ഒരു ഗ്രേറ്റ് ഇൻട്രോ, മൈൻഡ് ഓപ്പണിംഗ് ഇൻട്രോ തന്നുപോലെ, വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഇൻട്രോ വെൽക്കം തന്നു നമുക്ക്. അദ്ദേഹം പറഞ്ഞു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് കാര്യമില്ല, വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത്. ശരിക്കും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട, ഓരോരുത്തരും വിലയിരുത്തേണ്ട ആ വാക്കുകളാണ് അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് പ്രസാദ്, മലപ്പുറം ജില്ലയിൽ ചങ്ങരംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രോപ്പർ സ്വദേശം. മൈ ഡിയർ ഫ്രണ്ട്സ്, ബേസിക്കലി വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഈ ടീച്ചിങ് ഫീൽഡിലൊക്കെ ആയിരുന്നു, ടീച്ചിങ് പ്രൊഫഷനിലൊക്കെ ആയിരുന്നു. എയ്ഡഡ് സ്കൂളിലൊക്കെ ജോലി ചെയ്തിരുന്നു അറൗണ്ട് ഒരു 2 years ഒക്കെ. അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഡിവിഷൻ ഫോളൊക്കെ വന്ന് അവിടുന്ന് ആ ഒരു എന്താ പറയുക മേഖല മാറ്റേണ്ടി വന്നു. പിന്നീട് ഈ മാർക്കറ്റിംഗ് ഓറിയന്റഡ് ട്രെയിനിങ്ങുകളും മാർക്കറ്റിങ്ങുകളൊക്കെയാണ് ഫോർച്ചുനേറ്റ്ലി ഞാൻ വന്നുപെട്ടത്. റിയലി ഫോർച്ചുനേറ്റ്ലി ഞാൻ വന്നുപെട്ടത്. ഒരു നീണ്ടകാലം ഈ ഒരു മാർക്കറ്റിംഗ് മേഖലയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള, എന്നാൽ ഈ നീണ്ട കാലത്തിൽ ചുരുക്കം ചില മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റികൾ ചെയ്ത ഓപ്പർച്യൂണിറ്റികളിലൊക്കെ ഒരു ആവറേജ് സക്സസ് നേടാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ബിഗ് സക്സസ് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് തുറന്നു പറയാം. ഞാൻ ആ തുറന്നു പറച്ചില് ഓരോരുത്തർക്കും ഒരു എന്താ പറയാ സ്വയം ഒന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു ചോദ്യം ഇട്ട് തരികയാണ്. നമ്മളൊക്കെ സിൻസിയർ ആയിട്ട്, ഒരു പക്ഷേ ആൾമോസ്റ്റ് ഏറെക്കുറെ എല്ലാ ആളുകളും വളരെ സിൻസിയർ ആയിട്ട് പല മേഖലകളിലും ജോലി ചെയ്തിട്ടുണ്ടായിരിക്കും, വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, ബിസിനസ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ വേണ്ടത്ര അർഹമായിട്ടുള്ള, നമ്മൾ ഡിസൈർ ചെയ്യുന്ന ആ രീതിയിലുള്ള നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ, സക്സസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തേണ്ടതാണ്. പല കാരണങ്ങളുണ്ടായിരിക്കാം, അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ഒരു പക്ഷേ ഷിനോയ് ചന്ദ്ര സാർ പറഞ്ഞതുപോലെ ഓപ്പർച്യൂണിറ്റി വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരിക്കില്ല ഞാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളായിരിക്കാം, നമ്മുടേതല്ലാത്ത കാരണങ്ങളായിരിക്കാം. ഇതൊക്കെ വരാം. നമ്മുടെ ആ റിസൾട്ടിന്റെ കാര്യങ്ങൾ, ഏറ്റക്കുറച്ചിലിന്റെ കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കാരണമായിട്ട് വന്നേക്കാം. സോ പാസ്റ്റ് ഈസ് പാസ്റ്റ്. ബാക്കിയുള്ള കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം ആയിക്കോട്ടെ, നമുക്ക് ഇതിനെ മാറ്റിവെക്കാം. ഇന്ന് പ്രത്യേകിച്ച് പുതിയതായിട്ട് വന്നിട്ടുള്ള ഓരോ ഗസ്റ്റുകളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളും ഒരു തുറന്ന മനസ്സോട് കൂടിയിട്ട്, ഒരു തുറന്ന ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ വിലയിരുത്തേണ്ടതാണ്. ഓപ്പൺ മൈൻഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അറിയാതെ മുൻവിധികൾ കടന്നു വരും നമ്മുടെയൊക്കെ മനസ്സിലേക്ക്. അങ്ങനെയായിരിക്കാം, ഇങ്ങനെയായിരിക്കാം എന്നൊക്കെ. ബട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറയുന്നു എൻ്റെ ഒരു ദീർഘകാല എക്സ്പീരിയൻസിൽ ഇത്രയും ക്യൂട്ടായിട്ടൊരു ഓപ്പർച്യൂണിറ്റി, അതാണ് എൻ്റെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വാക്ക് ഞാൻ അതിനെക്കുറിച്ച് പറയാനായിട്ട്. ഇത്രയും ക്യൂട്ടായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മുന്നിൽ വന്നുപെട്ടിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അത്രയും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്, ക്യൂട്ടായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഏത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ഇതിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നതാണ്. വലിയ 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 നേട്ടങ്ങൾ. നമ്മുടെയൊക്കെ ആ കഴിഞ്ഞ കാലങ്ങളിൽ ഇതിലുള്ള ഒരുപാട് പാർട്ടിസിപ്പൻസ് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഈവൻ ഗസ്റ്റുകളുടെ ലിസ്റ്റിൽ പോലും, മീൻസ് ഗസ്റ്റുകളായിട്ടുള്ള ആളുകളായിട്ട് പോലും ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇന്ന് ഈ സൂം റൂമിലുണ്ട്, സക്സസ് ഒക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാർ. പക്ഷെ അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ്, അവരുടെയൊക്കെ ആ ഒരു അറിവ്, ടാലന്റ് നൈൽക്കാട്ടിലൊന്ന് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, 100% ഉറപ്പ് പറയുന്നു, നമുക്കൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് മാത്രമല്ല, നമ്മുടെ ഒപ്പം വരുന്ന ഓരോ ആളുകൾക്കും വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് നോക്കാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ, സിമ്പിൾ ആണോ, സ്ട്രെയിറ്റ് ആണോ. പക്ഷെ ഏറ്റവും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഓരോരുത്തരും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെ വേണമല്ലോ അല്ലേ? കാരണം ഇത്തരം ഓപ്പർച്യൂണിറ്റിയൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പങ്കെടുക്കാൻ സാധിക്കാത്ത രീതിയിലാണ് എങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ തന്നെയാണത്. സോ നമുക്ക് നോക്കാം. ഇനി ഒരു കൂടുതൽ മുഖവരുടെ ആവശ്യമില്ല എന്ന് നമുക്കറിയാം. ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് നമുക്ക് ആർക്കും സംശയം ഉണ്ടായിരിക്കില്ല. ഇനി അഥവാ ആരൊക്കെങ്കിലുമൊക്കെ ചില സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു റെഫറൻസ് നമുക്ക് എടുക്കാനായിട്ടില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം. തീർത്തും ആ ഒരു പേര് എപ്പോഴാണോ നമ്മൾ കേൾക്കുന്നത്, എപ്പോഴാണോ നമ്മൾ ആ ചിത്രം കാണുന്നത്, അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണുന്നത്, ഒരു ബഹുമാനത്തോടു കൂടി മാത്രമാണ്, ഒരു ഇഷ്ടത്തോടു കൂടി മാത്രമാണ് നമ്മൾ അദ്ദേഹത്തെ നോക്കിക്കാണുകയുള്ളൂ. അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്, ഏറ്റവും ബെസ്റ്റ് ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഓരോ ആളുകളും ഗ്ലോബലി ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ ജോയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സപ്പോസ് ചെയ്തിട്ടില്ലയോ, നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഒന്നെന്താണോ അത് നമുക്ക് കിട്ടുകയില്ലെന്നാണ് പറയുന്നത്. സോ ഇതിനേക്കാൾ വലിയൊരു റെഫറൻസ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അത്രയും ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നൈൽകാട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഈ കമ്പനി ഹെഡ് ഓഫീസ് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയില് ഹൊസൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സേലം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേഷനാണ് ഹൊസൂർ എന്ന സ്ഥലത്താണ്. നൈൽകാട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ റെസ്പെക്ടഡ് വിജയമുരുകൻ സാറ്, അദ്ദേഹം ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ആ സമയം മുതൽ ഈ ഒരു മേഖലയെ ശ്രദ്ധിച്ചിട്ടുള്ള വ്യക്തിയാണ്, പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. എക്സ്പെഷ്യലി നമ്മുടെ ഈ നൈൽകാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ഫ്രെയിം ചെയ്യാനായിട്ട് ശരിക്കും ഈ ഒരു ഇൻഡസ്ട്രിയിൽ, ഈ ഒരു മേഖലയിൽ ഒരു റിസർച്ച് തന്നെ നടത്തിയിട്ട് എന്താ പറയുക, ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തന്നിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാണോ അല്ലയോ എന്നുള്ളത് നൈൽകാട്ടിന്റെ ബിസിനസ് പ്ലാൻ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും വലിയ രീതിയിൽ ഇങ്ങനൊരു ബിസിനസ് പ്ലാൻ എങ്ങനെ ഫ്രെയിം ചെയ്യാൻ സാധിച്ചു. ആൻഡ് നൈൽകാട്ടിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണോ നൈൽകാട്ടിന്റെ ബിസിനസ് പ്ലാൻ നമുക്ക് ഓഫർ ചെയ്യുന്നത്, ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഓഫർ ചെയ്യുന്നത്, അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് എന്താ പറയുക അത്രയും കൃത്യമായിട്ടുള്ള രീതിയിൽ സജ്ജമാക്കിയിട്ടുള്ള വെബ്സൈറ്റ് ആണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വിജയമൻ സാറിന്റെ മകള് ഡോക്ടർ മോണിഷ വിജയ് ആയുർവേദ ഡോക്ടറാണ്. ഈ വെൽനസ് പ്രൊഡക്റ്റുകളുടെ സെലക്ഷൻ അത്തരം കാര്യങ്ങളിലൊക്കെ അവരുടെ കൂടി പങ്കാളിത്തം ഈ ഒരു ബിസിനസ്സിലുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലീഡ് ചെയ്യുന്ന ആളുകൾ ശരിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ കാര്യത്തിൽ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇത് ലീഡ് ചെയ്യുന്ന ആളുകൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ, ഇതിനെ ഈ ബിസിനസിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഇത് സക്സസ് ആക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് സന്തോഷിക്കാം. തീർച്ചയായിട്ടും നൈൽകാട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ രീതിയിൽ അത്രയൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. നൈൽകാട്ടിന്റെ വിഷൻ ആൻഡ് മിഷൻ എന്നൊക്കെ പറഞ്ഞാൽ നാഷണൽ ലെവലിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഗ്ലോബൽ ലെവലിൽ തന്നെ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ എത്തുക, അത്രയും വലിയ ലക്ഷ്യമാണ് നൈൽകാട്ട് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. തികച്ചും ഡെമോക്രാറ്റിക് ആയിട്ട് രീതിയിൽ, ജനാധിപത്യപരമായിട്ട് രീതിയിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഓരോ ആളുകളിലേക്കും കൊടുത്തുകൊണ്ട് ഓരോ ആളുകളെയും യഥാർത്ഥ ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണോ, യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്താണോ, നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട്, സാമ്പത്തികമായിട്ടും മറ്റെല്ലാ രീതിയിലും നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധാരണക്കാരെ പോലും സഹായിക്കുക എന്നുള്ളതാണ് നൈൽകാട്ട് വിഷൻ ആൻഡ് മിഷനും ഒക്കെ ആയിട്ട് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നൈൽകാട്ടിന്റെ ലീഗൽ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റും പാൻ കാർഡും ഇൻകം ടാക്സ് സർട്ടിഫിക്കറ്റും ഒക്കെയാണ്. എന്തൊക്കെയാണോ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും പറയുന്ന റെഗുലേഷൻസ് പൂർണ്ണമായിട്ടും അത് പാലിക്കാനായിട്ട് നൈൽകാട്ട് തയ്യാറാണ്. പൂർണ്ണമായിട്ടും അത് പാലിച്ചുകൊണ്ടാണ് നൈൽകാട്ട് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് വളരെ പ്രൈം സർവീസുകൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കാത്ത, ഒരാളുടെ ലൈഫിൽ നിന്ന് പോലും മാറ്റി നിർത്താൻ സാധിക്കാത്ത രീതിയിലുള്ള സർവീസുകളാണ് ഓൾ ഓവർ ഇന്ത്യയിൽ നൈൽകാട്ട് തുടക്കം മുതൽ തന്നെ ഓഫർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സർവീസുകൾ. പ്രൈം സർവീസ് ആണോ, എസെൻഷ്യൽ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. നോക്കൂ, റീചാർജ് ആൻഡ് യൂട്ടിലിറ്റി സർവീസ് ആണ്. ഇവിടെ എല്ലാ മൊബൈൽ ഫോണുകളും നമുക്ക് ജിയോ ആയിക്കോട്ടെ, എയർടെൽ ആയിക്കോട്ടെ,
വഡാഫോൺ ആയിക്കോട്ടെ, BSNL ആയിക്കോട്ടെ, പോസ്റ്റ് പെയ്ഡോ പ്രീപെയ്ഡോ ഏത് വേണമെങ്കിലും നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ വെബ്സൈറ്റിലൂടെ, നമ്മുടെ സൈറ്റിലൂടെ, നമ്മുടെ ID-യിലൂടെ. ആൻഡ് DTH ബില്ല് അടയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഓൾ ഓവർ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലെയും ഇലക്ട്രിസിറ്റി ബില്ലുകൾ നമ്മുടെ സൈറ്റിലൂടെ അടയ്ക്കാൻ സാധിക്കും നമുക്ക്. ആൻഡ് ഗ്യാസ് ബില്ല്, വാട്ടർ ബില്ല്, ഫാസ്ടാഗ് റീചാർജ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് പ്രൈം സർവീസ് ആണോ അല്ലയോ? ഒരു കാലത്തും നമുക്കിത് മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല. ആൻഡ് വേറൊരു മറുവശം കൂടി ഇതിനുണ്ട്. ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ വെബ്സൈറ്റിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സജ്ജമാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നെയിൽകാർട്ട് തുടക്കം മുതലേ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ക്രമീകരിച്ചു കഴിഞ്ഞു. ആൻഡ് നെയിൽകാർട്ട് പ്രോഡക്റ്റുകളുടെ കാറ്റഗറി ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് പ്രോഡക്റ്റുകളുടെ കാറ്റഗറി ഒക്കെ അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് പ്രോഡക്റ്റുകൾ, ഹെർബൽ പ്രോഡക്ട്സ്, ഹോം കെയർ പ്രോഡക്ട്സ്, പേഴ്സണൽ കെയർ പ്രോഡക്ട്സ്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സ്, എനർജി പ്രോഡക്ട്സ്, ബ്യൂട്ടി കെയർ പ്രോഡക്ട്സ്, ബൈക്ക്, വെഹിക്കിൾസ്, മെൻസ് ആൻഡ് വുമൻസ്, ഫാഷൻ ആൻഡ് മോർ പ്രോഡക്ട്സ്. അതാത് സമയങ്ങളിലെ ട്രെൻഡിങ് ലീഡിങ് പ്രോഡക്റ്റുകളൊക്കെ അല്ലെ, ഓരോ സമയങ്ങളിൽ നമുക്ക് പല പല നല്ല പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ വരാറുണ്ട്. അത്തരം പ്രോഡക്റ്റുകളൊക്കെ കൊണ്ടുവരാനായിട്ട് നെയിൽകാർട്ട് തീർച്ചയായിട്ടും തയ്യാറാണ്. ആൻഡ് പ്രോഡക്റ്റുകൾ നമുക്ക് ഒരു ഒറ്റ നോട്ടം, ഒരു എത്തിനോട്ടം, ഒരു ഗ്ലാൻസ് നമുക്ക് കൊടുക്കാം. ചെറിയ 30 ml ചെറിയ പ്രോഡക്റ്റുകളാണ് പഞ്ചതുളസി ഡ്രോപ്സ്, നോനി ഡ്രോപ്സ്, സീബക്തോൺ ഡ്രോപ്സ്, കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ്, ഡീറ്റോക്സ് ഡ്രോപ്സ്, സ്റ്റീവിയ ഡ്രോപ്സ്. ഇതൊക്കെ നമ്പർ 1 വണ്ടർഫുൾ ആയിട്ട് പ്രോഡക്റ്റുകളാണ്. വളരെയധികം നമുക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ ഓരോ ആളുകൾക്കും ആവശ്യമുള്ള ഒട്ടനവധി പ്രോഡക്റ്റുകൾ നെയിൽകാർട്ട് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. എനർജി ഡ്രോപ്സ്, അങ്ങനെ മൈഗ്രെയിൻ ഡ്രോപ്സ്, ഡെന്റൽ കെയർ ഡ്രോപ്സ്, ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ നെയിൽകാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ 100 PV പ്രോഡക്ട്സ് നോക്കൂ. അഡ്വാൻസ് സ്റ്റെം സെൽ ഉണ്ട് ഇവിടെ. നമുക്ക് അഡ്വാൻസ് സ്റ്റെം സെൽ, വളരെയധികം എക്സലന്റ് ക്വാളിറ്റി സ്റ്റെം സെൽ വളരെ റീസണബിൾ റേറ്റിനാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ സീബക്തോൺ ജ്യൂസ് ഉണ്ട് ഇവിടെ. ആൻഡ് റെൻസോവ എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്മ്യൂൺ ബൂസ്റ്ററിന്റെ ഹെർബൽ പ്രോഡക്റ്റ് ആണ്. മെൻചാർജ്, ജെൻസിന്റെ ആണുങ്ങളുടെ സെക്ഷൽ ലൈഫ് ഒക്കെ ബെറ്റർ ആക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആയുർവേദ ചേരുവകൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മെൻചാർജ് എന്ന് പറയുന്നത്. ആൻഡ് ആൽക്കലൈൻ മിനറൽ ഡ്രോപ്സ്, ഡീറ്റോക്സ് ഫുഡ് പാച്ച്, ഇങ്ങനെ ഒട്ടനവധി പ്രോഡക്റ്റുകൾ. ഫ്ലാക്സീഡ് സോഫ്റ്റ് ജെല്ല്, omega-3 സോഫ്റ്റ് ജെല്ല്, സാൽമൺ omega-3 ആണ്, കരിഞ്ജീരകത്തിന്റെ സോഫ്റ്റ് ജെല്ല്, പ്രീമിയം ക്വാളിറ്റി സ്പൈറുലിന, ദെൻ സീബക്തോൺ ആൻഡ് വിത്ത് കുർക്കുമിൻ ജ്യൂസ്, ത്രിഫല ടാബ്ലറ്റ്സ്. ഇതൊക്കെ കുറെ പ്രോഡക്റ്റുകൾ നമ്മുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ആൻഡ് മറ്റൊരുപാട് പ്രോഡക്റ്റുകൾ റീപർച്ചേസ് ഒക്കെ, ഇത് എല്ലാ പ്രോഡക്റ്റും നമുക്ക് ഫസ്റ്റ് പർച്ചേസും റീപർച്ചേസും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് റിപ്പീറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആവശ്യമുള്ള പല പ്രോഡക്റ്റുകളും ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, പൈപ്പ് ലൈനിലാണ്. സോ ഒട്ടനവധി പ്രോഡക്റ്റുകൾ നെയിൽകാർട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇനിയാണ് നമ്മൾ അത്ഭുതങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ശരിക്കും ഒരു വണ്ടറാണ്. ആരാണോ അത് കൃത്യമായിട്ട് അത് പഠിക്കുന്നത്, അത്ഭുതത്തോടു കൂടിയല്ലാതെ ഇതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. ഇത്രയും ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നമുക്ക് കടന്നു വരാനായിട്ട്, സപ്പോസ് ഇത് പറയുന്നതിന് മുന്നേ ഒരാളോട് ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണ് നെയിൽകാർട്ടിന്റെ പ്രത്യേകതകൾ, ഈ ഒരു പ്ലാറ്റ്ഫോം, ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ വരിക, സോ ഗേറ്റ് വേ എൻട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ബിഗ് എമൗണ്ട്. ബട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നോ, നെവർ. വെറും 750 റുപ്പീസ്, വെറും 750 രൂപയുടെ ഒരു മാജിക് ആണ്. നെയിൽകാർട്ടിലെ ഒരു പ്രൈം ഷോപ്പിംഗ് മെമ്പർ ആവാനായിട്ട് വെറും 750 രൂപ മതി. ഇനി ഈ 750 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം ബെനിഫിറ്റ് ആണ് ആ കൊടുത്ത വ്യക്തിക്ക് കിട്ടുന്നത്? ബിസിനസ് ചെയ്യുന്നത് പിന്നീടാണല്ലോ. ID ആക്ടിവേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 750 രൂപ മുടക്കിയിട്ടുണ്ട്. ഈ 750 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 2 പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം. 375 പ്ലസ് 375 രൂപ വരുന്ന 750 രൂപ വിലക്കുള്ള 2 പ്രോഡക്റ്റുകൾ അദ്ദേഹത്തിന്. ഒരു എക്സാമ്പിള്, പഞ്ചതുളസി ഡ്രോപ്സും നോനി ഡ്രോപ്സും ഉണ്ട് ഇവിടെ, നോനി എൻസൈമിന്റെ ഡ്രോപ്സും ഉണ്ട് ഇവിടെ. അതുപോലെ നമ്മൾ നേരത്തെ ഒരുപാട് പ്രോഡക്റ്റുകൾ പരിചയപ്പെട്ടു. അപ്പോൾ അത്തരം പ്രോഡക്റ്റുകളിൽ നിന്ന് 2 പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം. കമ്പനി ആ പ്രോഡക്റ്റ് കൊറിയർ ആയിട്ട് ID ആക്ടിവേഷൻ ആയോ ഉടനെ തന്നെ അദ്ദേഹത്തിന് ആ പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. കമ്പനി കൊറിയർ ആയിട്ട് അത് അയച്ചു കൊടുക്കും. DTDC കൊറിയറിലൂടെയാണ് ഇപ്പം അയക്കുന്നത്. അത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു.
സോ ഓരോ ആളുകളെയും വീടുകളിലേക്ക് ആ പ്രോഡക്റ്റ് എത്തിക്കുന്ന സംവിധാനമാണ് നെയിൽകാർട്ട് പ്ലാൻ ഡെലിവറി സിസ്റ്റമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ക്യാഷ് കൊടുത്തു, ഐ ഡി ആക്ടിവേഷൻ ആയി, അത് തുല്യമായിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അത് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചു തരികയാണ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ഐ ഡി ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ, നമ്മുടെ ഐ ഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2 വാലറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് നെയിൽകാർട്ട്. ഒന്ന് റീചാർജ് റെഡീം വാലറ്റ് ആണ്. ആ റീചാർജ് റെഡീം വാലറ്റിലേക്ക് ഒരു 750 റെഡീം പോയിന്റ് നമുക്ക് ഇട്ടു തരും. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? നമ്മുടെ മൊബൈൽ ഫോണുകൾ, നമ്മുടെ വീട്ടിലുള്ള മറ്റാളുകളുടെ മൊബൈൽ ഫോണുകൾ, മറ്റേ എനിബഡി, നമുക്ക് ആരുടെ മൊബൈൽ ഫോണുകൾ വെച്ചെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ എങ്ങനെ റീചാർജ് ചെയ്യുന്നത്? നമ്മൾ ഫോൺ പേ, ഗൂഗിൾ പേ വഴിയൊക്കെ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മളൊരു 349 രൂപ വേണ്ട ജിയോ ഫോൺ റീചാർജ് ചെയ്യാൻ വേണ്ട, നമുക്ക് റൗണ്ട് ചെയ്യാം, ഒരു 500 രൂപ കൊടുത്തിട്ട് നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യാൻ ഒരു ഉദാഹരണമാണ്. ഗൂഗിൾ പേ വഴി ചെയ്യുന്ന സമയത്ത് 504 രൂപ ഈടാക്കും. ഗൂഗിൾ പേ 4 രൂപ സർവീസ് ചാർജ് ഈടാക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, അതേ 500 രൂപ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സൈറ്റിൽ കൂടെ, നമ്മുടെ ഐ ഡിയിൽ കൂടെ അതേ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുകയാണെങ്കിൽ 4 രൂപ അധികം ഈടാക്കില്ല എന്ന് മാത്രമല്ല, എത്ര സംഖ്യക്കാണോ നമ്മൾ റീചാർജ് ചെയ്യുന്നത് അതിന്റെ 2% കുറവ് മതി. ആ കുറവ് എമൗണ്ട് ആണ് നമ്മുടെ വാലറ്റിൽ നിന്ന് കട്ട് ചെയ്ത് പോകുള്ളൂ. മീൻസ് 490 രൂപ കട്ട് ചെയ്ത് പോകുള്ളൂ, 500 റീചാർജ് നടക്കും. ഇങ്ങനെ നമുക്ക് ആരുടെ ഫോൺ വേണമെങ്കിൽ റീചാർജ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ റീചാർജ് ചെയ്ത് ഈ കിഴിവ് 2% ആ റിബേറ്റ് കിട്ടി 750 രൂപ ആകുന്നത് വരെ ആ കിഴിവ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീൻസ് നമ്മൾ കൊടുത്ത പൈസക്ക് പ്രോഡക്റ്റ് കിട്ടി, നമ്മുടെ ഐ ഡി ആക്ടിവേഷൻ ആയി. മാത്രമല്ല പൂർണ്ണമായിട്ടും ആ 750 റുപ്പീസ് ഈ പറഞ്ഞ രീതിയിൽ DTH റീചാർജ് ചെയ്തിട്ടോ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്തിട്ടോ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഇത് ചെറിയൊരു കാര്യമല്ല. അത് കഴിഞ്ഞിട്ടില്ല, ഇനിയും തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് മറ്റു കാര്യങ്ങൾ. നമുക്ക് റീചാർജ് റെഡീം വാലറ്റ് പോലെ തന്നെ നമ്മുടെ ഐ ഡിയിൽ ഒരു ഷോപ്പിംഗ് റെഡീം വാലറ്റ് ഉണ്ട്. അതിലേക്കും ഒരു 750 റെഡീം പോയിന്റ് കമ്പനി ക്രെഡിറ്റ് ചെയ്തു തരും. നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെട്ടു. നമ്മൾ ആകെ 2 ചെറിയ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. ക്യാഷ് കൊടുത്താലും പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്, ഇറ്റ്സ് ഓക്കെ. പക്ഷെ മറ്റൊരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ആ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഈ റെഡീം പോയിന്റിന്റെ 50% ഉപയോഗിക്കാം. ഒരു 1000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുവെങ്കിൽ 500 നമുക്ക് ഈ റെഡീം പോയിന്റ് ആയിട്ട് ഉപയോഗിക്കാം. 500 രൂപ നമുക്ക് റെഡീം പോയിന്റ് ആയിട്ട് ഉപയോഗിക്കാം. റെഡീം പോയിന്റിൽ നിന്ന് എടുക്കാം. വേണ്ട 500 രൂപ ക്യാഷ് കൊടുത്താൽ മതി, 1000 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു 250 ബാലൻസ് ഉണ്ടാവും കേട്ടോ റെഡീം ഷോപ്പിംഗ് വാലറ്റിൽ. സപ്പോസ് അങ്ങനെയല്ല, നമ്മൾ ഒരു 1500 രൂപ പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുവെങ്കിൽ ബാക്കി 750 കൊടുത്താൽ മതി, 750 നമുക്ക് റെഡീം പോയിന്റിൽ നിന്ന് എടുക്കാവുന്നതാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയും നമുക്ക് 750 രൂപ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. സോ നെയിൽകാർട്ടിൽ ഐ ഡി ആക്ടിവേഷൻ ചെയ്ത ഒരാൾക്ക് എന്തെല്ലാം കിട്ടുന്നുണ്ട്? ഐ ഡി ആക്ടിവേഷൻ ആവുന്നുണ്ട്, ഓൾ ഓവർ ഇന്ത്യയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്. ആൻഡ് 750 രൂപയുടെ 2 പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. പൂർണ്ണമായിട്ട് 750 രൂപ റീചാർജിലൂടെ ക്യാഷ് ബാക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റ് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനായിട്ട് 750 രൂപയുടെ ബെനിഫിറ്റ് കമ്പനി അഡീഷണൽ ആയിട്ട് തരുന്നുണ്ട്. അതായത് 750 രൂപ കൊടുത്തൊരു വ്യക്തിക്ക് 2250 രൂപയുടെ ബെനിഫിറ്റ് കമ്പനി തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒന്നിങ്ങനെ കൃത്യമായിട്ടൊന്ന് വിലയിരുത്തി നോക്കൂ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മൾ ഇങ്ങനത്തെ ഒരു ഗേറ്റ് വേ, ഒരു എൻട്രി? അത്രയും സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് ആരോടും പറയാവുന്ന രീതിയിലുള്ള ഒരു എൻട്രി ആണ് ഇവിടെ നെയിൽകാർട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയാണ് നമുക്ക് ഇൻകം, വരുമാനത്തിന്റെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. നോക്കൂ, ഫസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ലൈവ് ടീം ബോണസ് ആണ്. നമ്മുടെ ഐഡിയ ആണിത്, നമ്മുടെ ഐഡിയ ആക്ടിവേഷൻ ആയിട്ടുണ്ട്. ഈ ബിസിനസ്സിലേക്ക് നമുക്ക് ഒട്ടനവധി ആളുകളെ കൊണ്ടുവരാൻ സാധിക്കും, തീർച്ചയായിട്ടും സാധിച്ചിരിക്കും. ഒന്ന് ശ്രമിച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ പറഞ്ഞാൽ ഈ ബിസിനസ് കേൾക്കാൻ തയ്യാറുള്ള, മനസ്സിലാക്കാൻ തയ്യാറുള്ള ആളുകൾ ആരൊക്കെയാണ്? അത് നല്ല ബിസിനസ് ആണോ അത്ര നല്ലതല്ലാത്തതാണോ കേൾക്കാൻ തയ്യാറുള്ള ആളുകളെ നമ്മൾ ഒന്ന് ലിസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ മിനിമം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം പ്രസന്റേഷനിലോ അല്ലെങ്കിൽ നമ്മുടെ അപ്ലൈൻ്റെ സപ്പോർട്ടോടെ കൂടിയിട്ട് കൃത്യമായിട്ട് ഈ ബിസിനസ് ഒന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലും നമ്മൾ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുക. സപ്പോസ് ലെഫ്റ്റ് ടീമിൽ 2 പേരെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ച് നമ്മൾ പ്രൈം ഷോപ്പിംഗ് മെമ്പർഷിപ്പ് കൊടുത്തു. അവിടെ ഒരു 400 PV 400 പോയിന്റ് വാല്യൂ അവിടെ വന്നു. ഒരാൾ അസോസിയേറ്റ് ചെയ്താൽ 200. ഇപ്പൊ റൈറ്റ് സൈഡിൽ ഒരാൾ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു, അവിടെ 200 PV വന്നു. സോ ഇങ്ങനെ ഈ 2+1 2:1 എന്ന് പറഞ്ഞുള്ള അനുപാതം നമ്മുടെ ഐഡിയുടെ താഴെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻകം, ഫസ്റ്റ് കമ്മീഷൻ നമുക്ക് കിട്ടുകയാണ്. 200 രൂപ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. 200 രൂപ വരുമാനം കിട്ടുന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നില്ല. വളരെ ആർക്കും തോന്നുന്നില്ല, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ ഫസ്റ്റ് ഇൻകത്തിന് മാത്രമാണ് ഈ 2:1 ആവശ്യമുള്ളത്. പിന്നെയൊക്കെ 1:1 ആണ്. ഇപ്പൊ ലെഫ്റ്റ് ടീമിൽ ഒരു എൻട്രി വന്നു, റൈറ്റ് ടീമിൽ ഒരു എൻട്രി വന്നു.
ഈ 1+1 എൻട്രി വന്നു കഴിഞ്ഞാൽ അഗൈൻ നമുക്ക് 200 രൂപ ഇൻകം കിട്ടുന്നുണ്ട്. കാരണം 200 PV പോയിന്റ് വാല്യൂ ലെഫ്റ്റ് ടീമിൽ വന്നു, 200 PV റൈറ്റ് ടീമിൽ വന്നു. ഒരു PV എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. 1 PV is equal to 1 rupee. സോ 200 PV മാച്ച് ചെയ്തപ്പോൾ നമ്മുടെ ഇൻകം 200 രൂപയാണ്. ആൻഡ് 3+3 ബിസിനസ് വന്നു എന്ന് വിചാരിക്കുക. സോ 200 × 3 600 രൂപ നമ്മുടെ ഇൻകം ആണ്. ഇങ്ങനെ ലെഫ്റ്റ് ടീമിൽ സപ്പോസ് 10 ബിസിനസ് വന്നിട്ടുണ്ട്, റൈറ്റ് ടീമിൽ ഒരു 5 ബിസിനസ് വന്നിട്ടുണ്ട്. മാച്ചിങ് നടന്നത് 5+5 ആണ്. 200 × 5 എന്ന് പറഞ്ഞാൽ 1000 രൂപ നമ്മുടെ വരുമാനമാണ്. അധികമുള്ള 5 അടുത്ത ക്ലോസിംഗിലേക്ക് കയറി ഫോർവേഡ് ചെയ്തിരിക്കും. ഇങ്ങനെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഓരോ ക്ലോസിംഗിലും നമുക്ക് 1000 രൂപ വരുമാനം എടുക്കാൻ സാധിക്കും. ഇവിടെ ഓരോ ക്ലോസിംഗും നടക്കുന്നത് ഓരോ മണിക്കൂറിലുമാണ്. പെർ അവർ ഓരോ മണിക്കൂറിലും നമുക്ക് 1000 രൂപ വരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. 1000 × 24 എന്ന് പറഞ്ഞാൽ 24,000 രൂപ നമുക്ക് ഈ മാച്ചിങ് കമ്മീഷനിലൂടെ ലൈവ് ടീം ബോണസിലൂടെ പെർ ഡേ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പെർ ഡേ അങ്ങനെയാണെങ്കിൽ ഒരു മാസം 7,20,000 രൂപ നമുക്ക് ഇൻകം എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. എക്സലന്റ് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ വെച്ചിട്ട് 750 രൂപ എൻട്രി കൊടുത്തിട്ട് 750 രൂപ കൊടുക്കുന്ന വ്യക്തിക്ക് 2,020 രൂപയുടെ ബെനിഫിറ്റ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു 750ന്റെ ഓരോ മാച്ചിങ്ങിനും ആ 200 രൂപ കമ്മീഷനിലൂടെ ഓരോ മണിക്കൂറിലും 1000 രൂപ വരുമാനം എടുക്കാൻ സാധിക്കുന്ന, ഒരു ദിവസം 24,000 രൂപയുടെ മാക്സിമം ഇൻകം എടുക്കാൻ സാധിക്കുന്ന ഒരു ഇൻകം പ്ലാൻ ആണ് തുടക്കത്തിലെ. അതിലേക്കാണ് അതാണ് നമ്മൾ തുടങ്ങി വെക്കുന്നത്. ആർക്കും തുടക്കത്തിൽ ആ ഒരു വരുമാനമാണ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും 1000 രൂപ വരുമാനം എടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന, ജോലി ചെയ്യുന്ന, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള, ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഒന്ന് അവരെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനവധി ആൾക്കാരെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആൻഡ് നെക്സ്റ്റ് ഒരു ഇൻകം ആണ്. ഇവിടെ ഒരു വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് പറയാതെ പോകാനായിട്ട് സാധിക്കുന്നില്ല. ഒരു 3 ബിസിനസ് സെന്റർ മാജിക്. നോക്കൂ, ഇവിടെ മേൽക്കാട്ടുള്ള ID അടിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. ഒരു ID ക്രിയേറ്റ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് 3 ID ക്രിയേറ്റ് ആവും അവരുടെ തന്നെ പേരിൽ. നോക്കൂ, എ എന്ന് പറഞ്ഞ വ്യക്തി, എക്ക് 3 ID ഉണ്ട്. സോ ഇവിടെ എ എന്ത് ചെയ്തു അറിയോ? 3 ബിസിനസ് സെന്റർ മാജിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എ ചെയ്തത്, അദ്ദേഹത്തിന് 3 ID ഉണ്ടെങ്കിലും ഒരു ID ആക്ടിവേഷൻ ചെയ്തു. ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലുമായിട്ട് ഒരു 5+5 ബിസിനസ് കൊണ്ടുവന്നു. 200 × 5 1000 രൂപ എക്ക് വരുമാനം കിട്ടി. എന്നാൽ ബി ചെയ്തത് അങ്ങനെയല്ല. അദ്ദേഹത്തിന് 3 IDയും ആക്ടിവേഷൻ ചെയ്തു. 750 × 3 2250 രൂപയെ വേണ്ടു. അതിന്റെ ഒരു 2 മടങ്ങ് ബെനിഫിറ്റ് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിക്കൊള്ളും. ആൻഡ് ഇവിടെ ലെഫ്റ്റ് ടീമും റൈറ്റ് ടീമും തന്നെ ഇവിടെയും ഉണ്ട്. പക്ഷെ അദ്ദേഹം ചെയ്തത് B2ന്റെ താഴെയായിട്ട് AB 2 ടീമിനെ ഡെവലപ്പ് ചെയ്തു. B3യുടെ താഴെയായിട്ട് AB 2 ടീമിനെ ഡെവലപ്പ് ചെയ്തു. B2ന്റെ താഴെയായിട്ട് 5+5 ബിസിനസ് കൊണ്ടുവന്നു. B3 താഴെ അത്രയും ബിസിനസ് കൊണ്ടുവന്നു വിചാരിക്കുക. B2ൽ ഇവിടെ ഒരു 1000 രൂപ ഇൻകം കിട്ടി അല്ലെ, 200 × 5. അതേപോലെ തന്നെ B3യിലും 1000 രൂപ ഇൻകം കിട്ടി. B1ൽ തീർച്ചയായിട്ടും നമുക്ക് 1000 രൂപ ഇൻകം കിട്ടുന്നുണ്ട്. സോ ഈ ഒരു രീതിയിൽ ബി ബിസിനസ് ഡെവലപ്പ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു മണിക്കൂറിൽ 3000 രൂപ ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എ 1000 രൂപ മാത്രമാണ് ഏൺ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. കാരണം അദ്ദേഹം ഒരു ID ആണ് ആക്ടിവേഷൻ ചെയ്തിട്ടുള്ളൂ. എക്ക് ഒരു ദിവസം 24,000 രൂപ വരുമാനം കിട്ടുമ്പോൾ ബിക്ക് അങ്ങനെയല്ല. ഒരു മണിക്കൂറിൽ 3000 രൂപ കിട്ടുന്നത് കൊണ്ട് ഒരു ദിവസത്തിൽ അദ്ദേഹത്തിന് 72,000 രൂപ വരെ മാക്സിമം ഇൻകം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു മാസത്തിലോ അദ്ദേഹത്തിന് 21,60,000 രൂപ വരെ വരുമാനം ഏൺ ചെയ്യാനുള്ള പരിധി അവിടെയുണ്ട്. നമ്മൾ ഒരു ID ആക്ടിവേഷൻ ചെയ്യോ, 3 ചെയ്യോ? തീർച്ചയായിട്ടും. അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ അവർ മാജിക്കൽ ഫിഗർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് 750, അത് 2250 രൂപയാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ സാങ്കേതിക തടസ്സമുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമേ ഇല്ല. ഒരു ID ആക്ടിവേഷൻ ചെയ്തതിന് ശേഷം ബാക്കി പിന്നീട് എപ്പോൾ വേണമെങ്കിലും അടുത്ത 2 IDകൾ ആക്ടിവേഷൻ ചെയ്യാവുന്നതാണ്. പക്ഷെ സാധിക്കുന്ന വ്യക്തികളെല്ലാവരും 3 ID ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് ബിസിനസ് തുടങ്ങേണ്ടതാണ്. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, അടുത്തൊരു ഇൻകം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ എന്താ പറയാ, ത്രസിപ്പിക്കുന്ന ഒരു ഇൻകമാണ്. അത്രയധികം എക്സൈറ്റ്മെന്റ് ആക്കുന്ന ഒരു ഇൻകമാണ്. ദാറ്റ് ഈസ് ലെവൽ അപ്ഗ്രേഡ് ബോണസ്. നമ്മൾ എന്നും ഇങ്ങനെ ഒരേ ലെവലിൽ നിന്നാൽ പോരാ. നമ്മുടെ ലൈഫിലാണെങ്കിലും ശരി, എക്സ്പെഷ്യലി ബിസിനസ്സിലാണെങ്കിലും ശരി, നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. അടുത്തടുത്ത ലെവലിലേക്ക് നമ്മളിങ്ങനെ കയറി പോകണം. നമ്മൾ മാത്രം പോരാ, നമ്മുടെ ഒപ്പമുള്ള ടീംമേറ്റ്സിനെയും പതുക്കെ കൈ പിടിച്ചിങ്ങനെ ഒപ്പം കൊണ്ടുപോകണം, മൾട്ടി ലെവലിലേക്ക് കൊണ്ടുവരണം. സോ ഇവിടെ നമുക്ക് 10 ലെവൽ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. നമുക്ക് 10 സ്റ്റാർ ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റാർ, സെക്കൻഡ് സ്റ്റാർ, തേർഡ് സ്റ്റാർ, അങ്ങനെ 10th സ്റ്റാർ വരെ. ഫസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഇൻകം പ്ലാൻ ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ID ആക്ടിവേഷൻ ചെയ്തപ്പോൾ നമുക്ക് ആക്ടിവേഷൻ വാലറ്റ്, നമുക്ക് റീചാർജ് വാലറ്റും ഷോപ്പിംഗ് വാലറ്റും നമ്മൾ പരിചയപ്പെട്ടതാണ്. അതിൽ റീചാർജ് ചെയ്തിട്ട് കുറെ ക്യാഷ് ബാക്ക് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കും.
പല പല പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിട്ട് ഷോപ്പിംഗ് വാലറ്റിൽ കിട്ടിയുള്ള റെഡീം പോയിന്റ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിലൂടെ ആ 2 വാലറ്റുകളും വീണ്ടും ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് പറയാം. നോക്കൂ, നമ്മൾ ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തു, 500 രൂപ കൊടുത്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തു. നമ്മൾ 500 രൂപ കമ്പനിക്ക് വെറുതെ കൊടുത്തതാണോ? അല്ല. ആ കൊടുത്ത 500 രൂപ പൂർണ്ണമായിട്ടും നമ്മുടെ റീചാർജ് വാലറ്റിലേക്ക് വരുന്നുണ്ട്. ആ 500 രൂപ പൂർണ്ണമായിട്ട് നമുക്ക് ക്യാഷ് ബാക്ക് എടുക്കാം റീചാർജ് ചെയ്യുന്നതിലൂടെ. ആ 500 രൂപ പൂർണ്ണമായിട്ടും ഷോപ്പിംഗ് വാലറ്റിലേക്ക് പോകുന്നുണ്ട്. 500 രൂപ കൂടി കൂട്ടിച്ചേർത്താൽ നമുക്ക് 1000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാം. സോ 500 രൂപ കൊടുത്ത് ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്ത വ്യക്തിക്ക് അതിന്റെ ഇരട്ടി ബെനിഫിറ്റ് തിരിച്ച് കിട്ടുന്നുണ്ട്. അടുത്തടുത്ത സ്റ്റാറുകൾ ഇങ്ങനെയാണ്. സെക്കൻഡ് സ്റ്റാർ 1000 രൂപ, ദെൻ 1500, 2000, 2500, അങ്ങനെ 5000 രൂപ വരെയാണ് 10 സ്റ്റാർ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. ഓരോ തവണ സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും പൂർണ്ണമായിട്ടും അതിന്റെ ഇരട്ടി ബെനിഫിറ്റ് തിരിച്ചെടുക്കാവുന്ന ഒരു സാധ്യത ഇവിടെ ഉണ്ട് താനും. സോ ഒരാൾക്കും യാതൊരു പരാതിയുമില്ല സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യുന്നതിലൂടെ. പിന്നെ നമ്മൾ ഇനി ഇതൊന്ന് പ്രൊമോട്ട് ചെയ്താലോ? അതിൻ്റെ ഒരു എക്സാമ്പിൾ എങ്ങനെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്? ഇപ്പോ നമ്മൾ ഒരു 10 പേരെ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അവരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത് ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലും ഒക്കെയാണ്. അവർ ആ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് മാച്ചിങ് കമ്മീഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ലെവൽ അപ്ഗ്രേഡ് ബോണസ് കിട്ടാനായിട്ട് നമ്മൾ നേരിട്ട് ജോയിൻ ചെയ്യിപ്പിച്ച അത്രയും ആളുകൾ നമ്മുടെ ഫസ്റ്റ് ലെവലിൽ ഉണ്ടായിരിക്കും. 10 പേരാണ് ചെയ്യൽ, 10 പേര് 1 2 3 4 5 എന്ന് പറഞ്ഞ് 10th വരെ 10 വരെ അങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടാവും നമ്മുടെ ഐഡിയ തൊട്ട് താഴെയായിട്ട്. നമ്മൾ അപ്ഗ്രേഡ് ചെയ്തതുപോലെ ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തതുപോലെ ആ 10 പേരിൽ ഒരാൾ ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തു. അദ്ദേഹത്തിന് 500 ചെയ്തതിൽ 1000 രൂപ ബെനിഫിറ്റ് അദ്ദേഹം എടുത്തോളും. പക്ഷേ നമ്മൾ കൊണ്ടുവന്ന ഒരാൾ അങ്ങനെ ചെയ്തെന്ന കാരണത്താൽ ആ 100% സംഖ്യയും ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അദ്ദേഹം ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ അതിൽ നിന്ന് 500 രൂപ ബോണസ് നമുക്ക് കിട്ടി. ആൻഡ് 10 പേരും അങ്ങനെ ചെയ്താലോ 500 × 10 5000 രൂപ ആ ഫസ്റ്റ് ലെവലിൽ നിന്ന് ലെവൽ അപ്ഗ്രേഡ് ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ ആ ഫസ്റ്റ് ലെവലിലുള്ള ആ ആളുകൾ കൊണ്ടുവരുന്ന ആൾക്കാർ നമ്മുടെ സെക്കൻഡ് ലെവലാണ്. ആ സെക്കൻഡ് ലെവലിലുള്ള ആൾക്കാർ സെക്കൻഡ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 1000 രൂപയാണ് സെക്കൻഡ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. അദ്ദേഹത്തിന് 2000 ബെനിഫിറ്റ് അദ്ദേഹം തിരിച്ചെടുത്തോളും, ഷോപ്പിംഗ് വാലറ്റിലൂടെ ആയിട്ടും റീചാർജ് വാലറ്റിലൂടെ ആയിട്ടും. നമ്മുടെ സെക്കൻഡ് ലെവലിലുള്ള ഒരാൾ സെക്കൻഡ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് 1000 രൂപ മുടക്കിയപ്പോൾ പൂർണ്ണമായിട്ടും 1000 രൂപ വരുമാനമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ 100 പേരുണ്ടെങ്കിൽ 10 പേര് 10 പേരെ കൊണ്ടുപോകുന്നാൽ ഉദാഹരണമാണ് കേട്ടോ, കൂടാൻ കുറയാം. 1000 × 100 എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ സെക്കൻഡ് ലെവൽ നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത ലെവലിൽ അവിടെ 1000 പേരുണ്ടെങ്കിൽ ഒരാളിൽ നിന്ന് 1500 രൂപയാണ്. നമ്മുടെ 3ാമത്തെ ലെവലിലുള്ള ആളുകൾ 3ാമത്തെ സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഒരാളിൽ നിന്ന് 1500 രൂപ ബോണസ് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ 1000 പേരുണ്ടെങ്കിൽ 15 ലക്ഷം രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ എക്സാമ്പിൾ ആണ്. 10 പേരുള്ളൂ വിചാരിക്കുക, 1500 × 1000 15 ലക്ഷമാണ്. ഓക്കെ, വെറും 10 പേരെ ഉള്ളൂ 3ാമത്തെ ലെവലിൽ. 1500 × 10 15000 രൂപ നമുക്ക് കിട്ടുന്നുള്ളൂ. എത്ര പേരുണ്ടോ അവരൊക്കെ സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തോ ആ എമൗണ്ട്. ഇങ്ങനെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് 4, 5 എന്ന് പറഞ്ഞ് 10ാമത്തെ ലെവൽ വരെ പോകുന്ന സമയത്ത് ഈ ഒരു ഇൻകം പ്ലാനിൽ നിന്ന് ആയിരങ്ങളും ലക്ഷങ്ങളും കോടികളും വരുമാനം നമുക്ക് കിട്ടാവുന്ന വളരെ വലിയൊരു സാധ്യതയാണ് ഈ ഇൻകം പ്ലാനിലുള്ളത്. നമ്മുടെയൊക്കെ ഷോപ്പിംഗ് വാലറ്റുകൾ കൂടി റെഡീം പോയിന്റ് കൂടി വരും. നമ്മുടെയൊക്കെ റീചാർജ് വാലറ്റിൽ റെഡീം പോയിന്റ് കൂടി വരും. അതൊക്കെ നമുക്ക് എൻകാഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബിസിനസ് പ്രൊമോട്ട് ചെയ്താലോ വലിയ വരുമാനം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ സച്ച് എ ഗ്രേറ്റ് കോമ്പൻസേഷൻ പ്ലാൻ. നമുക്ക് 3ാമത്തെ ഒരു ഇൻകമാണ് റീപർച്ചേസ് പേഴ്സണൽ PV ബോണസ് ആണ്. നമ്മൾ ഏത് പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്യുമ്പോഴും ആ പ്രോഡക്റ്റ്, ഓരോ പ്രോഡക്റ്റിനും ഇത്ര PV ഉണ്ട്, പോയിന്റ് വാല്യൂ ഉണ്ട്. സോ ഒരു 1200 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ റീപർച്ചേസ് ചെയ്യാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്, അതിന് 100 PV ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, 1200 രൂപ കൊടുത്തുകൊണ്ട് നമ്മൾ ആ പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്തു. 100 PV അതിനുള്ളത് കൊണ്ട് ആ 100 രൂപ നമുക്ക് തിരിച്ചു തരും. ബിക്കോസ് 1 PV = 1 rupee. അപ്പൊ നമുക്ക് ആ പ്രോഡക്റ്റിന് വില എത്രയേ ഉള്ളൂ? 1100 ആയുള്ളൂ. ഇങ്ങനെ ഓരോ പ്രോഡക്റ്റിന് PV നമുക്ക് തിരിച്ചു കിട്ടും. റീപർച്ചേസിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്. MRP DP തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് ഈ വരുമാനം നമുക്കിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് റീപർച്ചേസ് ടീം ബോണസ്. ഈ ഒരു വരുമാനം ഇല്ലാത്ത നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവരുത്. ഇവിടെ വളരെ എക്സലന്റ് ആയിട്ടുള്ള രീതിയിൽ കമ്പനി നമുക്ക് റീപർച്ചേസ് ടീം ബോണസ് തരുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ID തന്നെയാണ് കേട്ടോ, അത് ഇറ്റ് ഈസ് അവർ ID, സെയിം ID. നമ്മുടെ അതേ ലെഫ്റ്റ് ടീം റൈറ്റ് ടീം നമുക്ക് ഇവിടെ ഉണ്ട്. ലെഫ്റ്റ് ടീമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, റൈറ്റ് ടീമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ അതേ സ്ട്രക്ചറിൽ ഇവിടെയും ഉണ്ട്. ഇപ്പൊ ലെഫ്റ്റ് ടീമിൽ ഒരാൾ ഒരു 100 PVയുടെ പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക. 100 PV വരുന്ന പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്തു. റൈറ്റിൽ ഒരാൾ 100 PV വരുന്ന പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്തു. സോ 1 PV = 1 rupee. 100 PV മാച്ചിങ് നടന്നപ്പോൾ നമുക്ക് റീപർച്ചേസ് ഇൻകം എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. സോ 3000 PV റീപർച്ചേസ് നടന്നു, നമ്മുടെ ഇൻകം 3000 ആണ്.
മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ റീപർച്ചേസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഒരു എക്സലന്റ് സ്ട്രാറ്റജി ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരാതെ നമുക്ക് എത്ര വരുമാനം കിട്ടിയോ ആ വരുമാനത്തിൽ നിന്ന് 10% നമ്മുടെ റീപർച്ചേസ് ഫണ്ടിലേക്ക് മാറ്റി വെക്കും. 1000 രൂപ വരുമാനം കിട്ടി 100 രൂപ, 10,000 രൂപ വരുമാനം കിട്ടിയിട്ട് 1000 രൂപ. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ ടീംമേറ്റ്സിനും റീപർച്ചേസ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. റീപർച്ചേസ് നടക്കുകയില്ലേ? അഡീഷണൽ ആയിട്ട് പല പല പ്രോഡക്റ്റുകൾ വാങ്ങുന്ന ആഗ്രഹം നമുക്കുണ്ട്. നമ്മുടെ വാലറ്റിൽ നമ്മൾ കമ്മീഷൻ വാങ്ങിച്ചാൽ മതി നെയിൽ കാർട്ടിൽ നിന്ന്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റീപർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി റീപർച്ചേസ് ബിസിനസ് നടക്കുന്നുണ്ട്. ഇങ്ങനെ 5000 PV മാച്ചിങ് നടന്നു. നമ്മുടെ ഇൻകം എന്ന് പറഞ്ഞാൽ 5000 രൂപയാണ്. സോ ഈ രീതിയിൽ ഡെയിലി പെർ ഡേ നമുക്ക് 5000 രൂപ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നത് റീപർച്ചേസ് ടീം ബോണസ് ആയിട്ട്. നമുക്ക് ഒരു ഐഡിയ അല്ല, 3 ഐഡിയ ഉണ്ട്. 5000 × 3 എന്ന് പറഞ്ഞാൽ 15000 രൂപ പെർ ഡേ നമുക്ക് റീപർച്ചേസ് ലിമിറ്റ് ഉണ്ട്. സോ ഒരു മാസത്തിൽ നമുക്ക് 15000 × 30 എന്ന് പറഞ്ഞാൽ 4.5 ലക്ഷം രൂപ റീപർച്ചേസ് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എക്സലന്റ് ഇൻകം പ്ലാൻ റീപർച്ചേസ് ടീം ബോണസ്. ഇപ്പൊ ഇങ്ങനെ ഈ ഇൻകം പ്ലാൻ ഒരു ദിവസം ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കൂട്ടത്തിലൊരു വ്യക്തി ചോദിച്ചു, അതൊക്കെ ശരി തന്നെയാണ്, സംഗതിയൊക്കെ ഉഷാറായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഒരുപാട് സാധനങ്ങൾ മാസം മാസം വാങ്ങിച്ചു കൊണ്ടിരിക്കേണ്ട കമ്പൽസറി പർച്ചേസിംഗ് ഇല്ലേ, അതൊക്കെ വീടാന്തരം കൊണ്ട് ആളുകൾക്ക് വിൽപ്പന നടത്തണ്ടേ എന്ന് ചോദിച്ചു അദ്ദേഹത്തിനോട്. അതിനുശേഷമാണ് ഈ ഒരു കാര്യം ഞാൻ ഈ സ്ലൈഡിൽ ആഡ് ചെയ്തത്. നോക്കൂ, ഇവിടെ സംഗതിയുടെ പേഴ്സണൽ പർച്ചേസ് ഉണ്ട്, പക്ഷെ ഓൺലി 250 PV മാത്രം, 250 PV മാത്രമാണ് നമ്മൾ വാങ്ങേണ്ടത്. അത് വർഷത്തിലൊരിക്കലും മതി, വർഷത്തിലൊരിക്കൽ. അതിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 1 വർഷമാണ്. സോ ഇവിടെ അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഈ ഒരു പ്ലാനിലില്ല. അത്രയും എക്സലന്റ് ആയിട്ടാണ് വിജയപുരം സാർ നമുക്ക് ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തു തന്നിട്ടുള്ളത്. ആൻഡ് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ്, മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതേവരെ പറഞ്ഞിട്ടുള്ള വരുമാനങ്ങൾ അതിൽ നിന്നൊക്കെ വിട്ടിട്ട് അതിനേക്കാൾ വലിയ വരുമാനമാണ് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ്. ലെവൽ അപ്ഗ്രേഡ് ബോണസ് നമുക്ക് 10 ലെവൽ വരെ തന്നിരുന്നു, 10 സ്റ്റാർ വരെ അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് നമുക്ക് കിട്ടുന്നത് 5 ലെവൽ വരെ മാത്രമാണ്. പക്ഷെ ഇവിടെ 5 ലെവൽ വരെ കിട്ടിയാൽ മതി നമുക്ക്, ബാക്കിയുള്ളതിനേക്കാൾ വലിയ വരുമാനമായിട്ട് ഇത് മാറുന്നുണ്ട്. നമുക്ക് ഇവിടെ ഫസ്റ്റ് ലെവലില്, ഈ ഫസ്റ്റ് ലെവലിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ എടുത്തു, നമ്മൾ 10 പേരെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ആ 10 പേര് ലെവൽ അപ്ഗ്രേഡ് ബോണസ് നമ്മുടെ ഫസ്റ്റ് ലെവലായിരുന്നു. ഇവിടെയും ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസിലും അവർ നമ്മുടെ ഫസ്റ്റ് ലെവലാണ്. ആ ആളുകൾ വാങ്ങിക്കുന്ന തൊട്ട് മുന്നൊരു വരുമാനം പറഞ്ഞില്ലേ, 100 PV മാച്ച് ചെയ്തപ്പോൾ 100 രൂപ ഒരു ദിവസം നമുക്ക് ഒരു ഐഡിയയിൽ 5000 രൂപ മാക്സിമം റീപർച്ചേസ് ഇൻകം വാങ്ങിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഫസ്റ്റ് ലെവൽ 10 പേരുണ്ടെങ്കിൽ ആ 10 പേര് എത്രയാണോ റീപർച്ചേസ് ഇൻകം ഡെയിലി വാങ്ങിക്കുന്നത്, അതായത് ടോട്ടൽ വാങ്ങിക്കുന്നത്, അതിന് 50% നമുക്ക് കിട്ടും, 50%. ഇപ്പൊ 10 പേരുണ്ടെങ്കിൽ അവർ ഡെയിലി ഒരു 1000 രൂപ വേണ്ട, നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, മാസത്തിൽ ഒരാൾ ഒരു 1000 രൂപ വരുമാനം വാങ്ങിക്കുന്നത് വിചാരിക്കുക, 10000 രൂപ ഒരു ടോട്ടൽ ഈ മാസം വരുമാനം വാങ്ങിച്ചിട്ടുണ്ട്. സോ 5000 രൂപ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് ആയിട്ട്. ഈ വരുമാനം കിട്ടാനായിട്ട് നമ്മുടെ ലെവൽ അപ്ഗ്രേഡ് ബോണസ് ഉണ്ടല്ലോ, ആ ലെവൽ അപ്ഗ്രേഡിൽ 2 ലെവല് നമ്മുടെ ലെവൽ 2 സ്റ്റാർ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലെവലിന് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് കിട്ടും. സെക്കൻഡ് ലെവലിന് അത് കിട്ടാനായിട്ട് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് കിട്ടാനായിട്ട് അടുത്ത 2 സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യണം. അങ്ങനെ 10 സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ 5 ലെവലിൽ നിന്നും ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊരു വറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ബിസിനസ് ടീം ഇങ്ങനെ വലുതാവും തോറും നമുക്ക് ആ വക കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ സെക്കൻഡ് ലെവലിൽ നിന്ന് 20% ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് കിട്ടുന്നുണ്ട്. 100 പേര് അവിടെ ഉണ്ടെങ്കിൽ ആ 100 പേര് മാസത്തിൽ ഒരിക്കലും ഓരോരുത്തരും 1000 രൂപ റീപർച്ചേസ് കമ്മീഷൻ വാങ്ങിച്ചിട്ടുണ്ട്, 1 ലക്ഷം രൂപ അവർ വാങ്ങിച്ചിട്ടുണ്ട്. അത് 20% എന്ന് പറഞ്ഞാൽ 20000 രൂപ നമ്മുടെ വരുമാനമാണ്. അടുത്ത ലെവലില് 10,000 പേരുണ്ടെങ്കിൽ 1000 പേരുണ്ടെങ്കിൽ ആ 1000 പേര് ഓരോ മാസവും ഒരു 1000 രൂപ വരുമാനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 1000 × 1000 10 ലക്ഷം രൂപ വരുമാനം അവർ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് 10% എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ നമ്മുടെ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് ആണ്. ഇങ്ങനെ മൈ ഡിയർ ഫ്രണ്ട്സ്, ആ 4th ലെവലിൽ നിന്നും 5th ലെവലിൽ നിന്നൊക്കെ ആ 10% നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ഇത് റിപ്പീറ്റ് ആയിട്ട് ഡെയിലി ഇൻകം ആണ് ഇവിടെ നടക്കുന്നത്. ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് നമുക്ക് വീക്ക്ലി ആണ് സെറ്റ് ചെയ്യുന്നത്. സോ എത്ര കാലം നമുക്ക് റീപർച്ചേസ് നമ്മുടെ ടീമിൽ നടന്നുകൊണ്ടിരിക്കുന്നു, അത്രയും കാലം റെഗുലർ ആയിട്ട് നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു അതിശയോക്തി കൂട്ടി പറയല്ല, അതൊന്നിങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡെയിലി നമുക്ക് 1 ലക്ഷം രൂപ അതിനേക്കാൾ മുകളിലൊക്കെ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു ഗ്രേറ്റ് കോമ്പൻസേഷൻ പ്ലാൻ ആണ് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ലാസ്റ്റ്, റാങ്ക് ആൻഡ് റിവാർഡ്സ്.
റാങ്ക് ആൻഡ് റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ 6 റാങ്കുകളാണ്. ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ ബ്രോൺസ് റാങ്ക് ആണ്. ബ്രോൺസ് റാങ്ക് അച്ചീവ് ചെയ്തു, നെയിൽകാർട്ട് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു ലാപ്ടോപ്പ് തരും. അത് കുമുലേറ്റീവ് ആയിട്ടല്ലേ, ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലും കുമുലേറ്റീവ് ആയിട്ട് വരുന്ന റീപർച്ചേസ് PV ഇങ്ങനെ കൂടി വന്നാൽ മതി. 2 ലക്ഷം PV മാച്ച് ചെയ്ത ഫസ്റ്റ് റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്ത് നമുക്ക് ലാപ്ടോപ്പ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി. ആ രീതിയിൽ കുമുലേറ്റീവ് ആയിട്ട് റീപർച്ചേസ് ഇങ്ങനെ കയറി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഫോറിൻ ട്രിപ്പ്, ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ, ട്രാവൽ ഫണ്ട്, കാർ ഫണ്ട്, ഹൗസ് ഫണ്ട്, അങ്ങനെ സുപ്രീം റാങ്ക്, ക്രൗൺ റാങ്ക് വരെ നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതിന്റെ ഒരു ടോട്ടൽ സംഗതി ഉള്ളൂ. നമുക്ക് ഓരോ മണിക്കൂറിലും 1000 രൂപ കമ്മീഷൻ മേടിക്കാൻ സാധിക്കുന്നു. ഒരു ദിവസം 72,000 രൂപ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നു. ഒരു മാസത്തിൽ 21,60,000 രൂപ വരെ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നു ലൈവ് ടീം ബോണസിലൂടെ. ആൻഡ് ലെവൽ അപ്ഗ്രേഡ് ബോണസ്, ആയിരങ്ങളും ലക്ഷങ്ങളും കോടികളും വരുമാനം കിട്ടുന്ന ഒരു ഇൻകം. ആൻഡ് റീപർച്ചേസ് PV, പേഴ്സണൽ PV ബോണസ്. ആൻഡ് റീപർച്ചേസ് ടീം ബോണസ് ഡെയിലി 5,000 രൂപ, 3 15,000 രൂപ, 4 ലക്ഷം രൂപ ഒരു മാസത്തിൽ റീപർച്ചേസ് ഇൻകം വാങ്ങിക്കാൻ സാധിക്കുന്നു. ആൻഡ് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് ആൻഡ് റാങ്ക് ആൻഡ് റിവാർഡ്സ്. ഇതിന്റെ ഒരു ടോട്ടാലിറ്റി, ടോട്ടൽ വാല്യൂ നമ്മൾ കണക്കാക്കുകയാണെന്നുവെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഒന്നാണ്. ഇതൊക്കെ കിട്ടാനായിട്ട് അല്ലെങ്കിൽ തുടങ്ങാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഒരു 750 രൂപ, അല്ലെങ്കിൽ 3 ID ആക്ടിവേഷൻ ചെയ്യാനായിട്ട് കഴിയുന്ന ആൾക്കാർക്ക് 2,250 രൂപ മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്. അതിന്റെ 2 മടങ്ങ് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. സച്ച് എൻ എക്സലന്റ് പ്ലാറ്റ്ഫോം. ഗ്രാൻഡ് ലോഞ്ചിങ് വരാൻ വേണ്ടി പോകുന്നു. പ്രീ ലോഞ്ചിങ്ങിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാൻഡ് ലോഞ്ചിങ് അതിന്റെ ഒരു ബിഗ് ഇവന്റ് ആയിട്ട് എയർകാർഡ് വെച്ചിട്ടാണ് പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ വെറും ഒരു 5,000 രൂപ വരുമാനം ഏൺ ചെയ്യുക, ബൈനറി കമ്മീഷൻ, മാച്ചിങ് കമ്മീഷൻ. ആൻഡ് നമ്മുടെ സ്റ്റാർ 3 സ്റ്റാർ ഒരു അപ്ഗ്രേഡ് ചെയ്യുക. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഈ മാസം അവസാനം വരെ. ഇന്ന് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് പോലും വേണമെന്ന് വെച്ചാൽ അല്ലേ, അത് നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നേ ഉള്ളൂ. ഏർക്കാട് എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ഹിൽ സ്റ്റേഷൻ ആണ്. സേലത്തിന് തൊട്ടടുത്തുള്ള ഊട്ടിയേക്കാൾ മനോഹരമായിട്ടുള്ള ഹിൽ സ്റ്റേഷൻ ആണ്. എന്താ പറയുക, ഒരു വണ്ടർഫുൾ പ്ലേസ് ആണ് ഏർക്കാട് എന്ന് പറയുന്നത്. 20ഓളം ഹെയർ പിൻ ഒക്കെ കയറിയിട്ട് വേണം അവിടെ പോകാനായിട്ട്. അവിടെ നമ്മൾ തലേ ദിവസം രാത്രി എത്തിയിട്ട് അന്നത്തെ രാത്രിയൊക്കെ അവിടെ എന്താ പറയുക മനോഹരമായിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ട് വളരെ എൻജോയ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഡേ നമുക്കൊരു ഗ്രേറ്റ് ട്രെയിനിങ്, ഒരു റിസോർട്ട് ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, പ്രായോഗികമല്ലാത്ത ഒരു കാര്യം പോലും ഞാനിവിടെ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെയൊക്കെ ലൈഫ് മാറ്റിമറിക്കാൻ അത്രയും പവർഫുൾ ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഫ്രം റൈറ്റ് നൗ അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ട്, വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട്, എൻതൂസിയാസ്റ്റിക് ആയിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുക. ഒരു റോൾ മോഡലായിട്ട് നമുക്ക് മാറണം. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഏൽക്കാട്ട് നമുക്ക് റോൾ മോഡലാക്കണം. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു all. Thank you very much. Thank you very much, Prasad Kirapati sir, for wonderful presentation. പ്രസാദ് സാറിന്റെ പ്രസന്റേഷൻ എത്ര തവണ കേട്ടാലും ബോറടിക്കില്ല. അത്രയും ക്ലാരിറ്റിയോട് കൂടിയിട്ടും സിൻസിയറായും ഹൃദയത്തിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് സാർ. നെക്സ്റ്റ് ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോകുന്നത് വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ്. ഒരു 5 minutes only 5 minutes. നവംബർ 4th ട്യൂസ്ഡേ ആണ്, അതായത് കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ് ഞാൻ ഈ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് എൻ്റെ ഗ്രേറ്റ് അപ്ലൈൻ, ഗ്രേറ്റ് ലീഡർ, എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന യങ് ഡൈനാമിക് ലീഡർ പ്രവീൺ കുമാർ സാറിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു, എന്നെ ഇത്രയും വലിയൊരു അവസരത്തിലേക്ക് കൊണ്ടുവന്നതിന്. നവംബർ 4-ാം തീയതി ട്യൂസ്ഡേ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നു. ഒരു 50 ദിവസത്തോളം അടുത്ത് ആവുന്നു. ഓക്കെ, അപ്പോൾ ഒരു 100 പേരുടെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. സാറ് നേരത്തെ സംസാരിച്ച ഏർക്കാട് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അച്ചീവ്മെന്റ് ഒന്നല്ല വലുത്, എന്നെ ഈ ബിസിനസ്സിൽ അട്രാക്ട് ചെയ്ത ഒരു 6-7 പോയിന്റ് ഞാൻ പറയാം. അതായത് ചെറിയ എമൗണ്ടിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു കാറ്റഗറിയിലുള്ള ആളുകളിൽ പോയി കഴിഞ്ഞാലും നമുക്ക് അവരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അവർക്ക് ഈസി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ജോയിൻ ചെയ്യുന്നവർക്ക് 3 ടൈപ്പ് ഓഫ് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് സാർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഓരോ 1 അവറിലും പേ ഔട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പേ ഔട്ട് എടുക്കാൻ സാധിക്കും. 1 ഡേ 24,000 റുപ്പീസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ഒരു ഐഡിയിൽ നിന്ന്, ഒരു സിംഗിൾ ഐഡിയിൽ നിന്ന്. അത് നമ്മുടെ ട്രൈപൂൾ ഉണ്ടെങ്കിൽ 72,000 നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ന്യൂ കമ്പനിയാണ്, ഫ്രഷ് മാർക്കറ്റ് ആണ്. ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ വെരി ഈസി ടു കൺവിൻസ്. എല്ലാവരെയും പെട്ടെന്ന് തന്നെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു
ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് മാർച്ച് 31 2026 കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു 5,000 റുപ്പീസ് ഇൻകത്തിലേക്ക് എത്താനാണ് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. 2026 ഡിസംബർ 31 കൂടിയിട്ട് എന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ഇൻകം മേടിക്കുന്ന ഒരു 111 പേരെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം ഞാൻ വെച്ചിട്ടുള്ളത്. ഐ എം ഡാം ഷുവർ വിത്ത് സപ്പോർട്ട് ഓഫ് മൈ ടീം ലീഡേഴ്സ് ആൻഡ് എന്താ പറയാ നൈൽകാർട്ട് മാനേജ്മെന്റ് ഐ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഡിയർ ഓൾ, എനി ഡൗട്ട്സ് മോർ ഇൻഫോർമേഷൻസ് പ്ലീസ് ആരാണോ ഇൻവൈറ്റ് ചെയ്തത് അവരെ കോണ്ടാക്ട് ചെയ്യുക. ഒട്ടും സമയം കളയാതെ സൈനപ്സ് ചെയ്യുക. വിഷിംഗ് ഓൾ ഗ്രേറ്റ് സക്സസ്. എല്ലാവർക്കും വലിയൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ.